ബിജു രമേശ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ അടൂർ പ്രകാശിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി പറയുന്നത് UDF സ്ഥാനാർത്ഥിയെ തങ്ങൾ സഹായിച്ചിരുന്നു എന്നാണ്. ഈ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത് തങ്ങളായിരുന്നു എന്നും അത് UDFനെ അറിയിക്കുകയാണ് ചെയ്തത് എന്നുള്ളതുമാണ്. മാത്രമല്ല UDF പ്രചരണത്തിന് തൻ്റെ ഒരു സംഘം സഹായിച്ചു എന്നാണ് BJPയുടെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ജയരാജ് കൈമൾ പറയുന്നത്. ശരിയാണോ? ഞങ്ങളോട് അവരോടും പറഞ്ഞു ഇതിനകത്ത് കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞ് BJPക്കാരോടും പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ കള്ളവോട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ ടെക്നോ പാർക്കിലുള്ള ഒരു 10-20 കുട്ടികൾ വന്നിരുന്ന വർക്ക് ചെയ്താണ് കംപ്ലീറ്റ് കള്ളവോട്ട് ഐഡന്റിഫൈ ചെയ്ത് അവരെങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു തരാൻ പറഞ്ഞ്. അവർക്ക് ഇപ്പോഴും ഒരു സ്ഥലത്ത് കേരളത്തിൽ ഒരു സ്ഥലം പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ വെറുതെ ആരെങ്കിലും കുട്ടിക്ക് സ്വന്തം പിതൃത്വം പറയുന്നത് തെറ്റല്ലേ? ഞങ്ങൾ മെനക്കെട്ടിരുന്ന എത്ര പിള്ളേർ രാത്രി പകലുമായിട്ടിരുന്നാണ് ഈ കംപ്ലീറ്റ് 1,12,000 കള്ളവോട്ടാണ് അപ്പം കണ്ടുപിടിച്ചെങ്കിൽ ഈ വർഷം 1,60,000 ആയിട്ടാണ് മാറിയിട്ടുണ്ട്. ഈ അന്നുണ്ടായിരുന്ന വോട്ട് ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ് അടൂർ പ്രകാശ് ജയിച്ചത്. അതിനുശേഷം ഇപ്രാവശ്യത്തെ കള്ളവോട്ട് പരിശോധിച്ചപ്പോൾ നാളെ അടൂർ പ്രകാശിന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ട്. ഈ മീഡിയയിൽ മുഴുവൻ കള്ളവോട്ട് മൊത്തം എടുത്ത് മീഡിയസിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അല്ലെ വെറുതെ ബ്ലഫ് ചെയ്യുന്നതൊന്നുമല്ല. മൊത്തം കള്ളവോട്ടിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നാളെ പ്രസിന്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് നാളെ അടൂർ പ്രകാശിന്റെ പ്രസ് കോൺഫറൻസ് നടത്താൻ പോവുക. ഈ 1,60,000 കള്ളവോട്ടത്തിന്റെ പറഞ്ഞ പിന്നെ ഇവിടെ എന്ത് ജനാധിപത്യമാണ്? എന്ത് ഇലക്ഷന് പിന്നെ ആവശ്യമില്ലല്ലോ. ഇലക്ഷൻ ആവശ്യമില്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ വളരെയേറെ BJPക്കാരാണ് കള്ളവോട്ടത്തിന് കണ്ടുപിടിക്കാനോ അതിനുള്ള കഴിവോ അതിനുള്ള കള്ളവെച്ചോ കുറിച്ച് ഒന്ന് പറഞ്ഞു തരട്ടെ. മീഡിയാസിനെ ജനങ്ങളോടൊന്ന് പറയട്ടെ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നതെന്ന്. വെറുതെ പറയുന്നില്ല. ഞങ്ങളാണ് കണ്ടുപിടിച്ച. BJPക്ക് അവിടെ വോട്ടുണ്ടായി. 1 ലക്ഷം വോട്ടുണ്ടായ സ്ഥലത്ത് 2.25 ലക്ഷം വോട്ടുണ്ടായി. വോട്ട് വളർന്നു. BJP വളർച്ച പാർട്ടികൾ ഉണ്ടായെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് അവിടെ ജയിച്ചത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതാണല്ലേ. വെറുതെ അല്ല, ഡോക്ടർ ബിജു രമേശ് ശരിയായിരിക്കാം. ഒരുപക്ഷെ ഇത്തവണ കള്ളവോട്ട് നാളെ അക്കാര്യത്തിൽ അടൂർ പ്രകാശ് വാർത്താ സമ്മേളനം നടത്തി ഇത്തവണത്തെ കാര്യം എന്താണ് എന്ന് പറയുമായിരിക്കാം. പക്ഷേ കഴിഞ്ഞ തവണത്തെ കാര്യത്തിൽ ഈ നോക്കൂ, ഇയാൾ വെറുതെ ആളല്ല. BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ സെക്രട്ടറിയാണ് ഈ ജയരാജ് കൈമൾ. അദ്ദേഹം പറയുന്നത് ഞാൻ 25,000 ഏതാണ്ട് 82 മുതൽ, അതായത് വെർബാറ്റമാണ് ഞാൻ എടുത്തു പറയുന്നത്, ഏതാണ്ട് 82 മുതൽ 1 ലക്ഷം വരെ ഇരട്ട വോട്ടുകൾ കണ്ടെത്തി. ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കും റിട്ടേണിംഗ് ഓഫീസർ. അവരോട് പറഞ്ഞു, ഡിസ്ട്രിക്ട് കളക്ടർ അടിയന്തരമായ മുന്നറിയിപ്പ് നൽകി. ഇരട്ട വോട്ട് രേഖപ്പെടുത്തിയാൽ 2 വർഷം ശിക്ഷ ലഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനം നടത്തി മുന്നറിയിപ്പ് നൽകി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. ഇടത് സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു അത്. ഞങ്ങളുടെ കുറച്ചംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വെച്ചാൽ BJPക്കാരും കോൺഗ്രസ്സുകാരും ചേർന്നാണ് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത്, ജില്ലാ കളക്ടറെ അറിയിച്ചത്, അവ റദ്ദ് ചെയ്യിപ്പിച്ചെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. വെറുതെ പറയുന്ന ഞാനാണ് അവരുടെ ഏറ്റവും വലിയ നേതാവാണ്. RSSന്റെ ഏറ്റവും വലിയ നേതാവാണ് സുദർശൻ ജി. അവിടെ തോട്ടക്കാട് ശശികുമാരൻ അവിടെ ഇലക്ഷൻ കൺവീനറും ചെയർമാനും. അവർക്ക് ഈ കള്ളവോട്ടിന്റെ ലിസ്റ്റ് എടുത്ത് കൊടുത്തത്, പ്രിന്റ് എടുത്ത് കൊടുത്തത് ഞാനാണ്. അവർക്ക് ഇത് എവിടെ നിന്ന് ഈ സോഴ്സ് കിട്ടിയത്? ഞാൻ എടുത്ത് കൊടുത്ത പ്രിന്റാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന സെക്രട്ടറിയുടെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ പറഞ്ഞിട്ടാണ് എന്റെ പേര് കേൾക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലൊക്കെ വളരെയേറെ ഒരു മനുഷ്യനാണ്. ആറ്റിങ്ങൽ മണ്ഡലം മൊത്തം ഞാൻ പര്യടനം നടത്തിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഈ വർഷം പര്യടനം നടത്തുന്നതാണ്. പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അത് BJP എവിടെയുള്ള BJPക്കാരും എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും എല്ലാവരുമായിട്ട് വ്യക്തിപരമായ ഏറ്റവും കൂടുതൽ അടുത്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനൊരു സംഭവത്തെ കുറിച്ച് ഞാനാണ് ഇതിന്റെ വോട്ട് ലിസ്റ്റ് എടുത്ത് ഈ സുദർശൻ ജിക്കും ഈ തോട്ടക്കാട് ശശി അത് 2 പേരുടെ ഇലക്ഷൻ അത് നിയന്ത്രിച്ചിരുന്ന 2 പേരുടെ കയ്യിലേക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ ഇദ്ദേഹം ഇവിടുന്ന് കിട്ടിയെന്ന് കൂടെ എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. പുതിയ സാഹചര്യത്തിൽ വീണ്ടും, അതായത് കഴിഞ്ഞ തവണ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് തള്ളിച്ചുവെങ്കിൽ പോലും വീണ്ടും ഇരട്ട വോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്, ശ്രീ ബിജു രമേശ്. ഇരട്ട വോട്ടുകൾ കഴിഞ്ഞ വർഷം 1,12,000 1 ലക്ഷം വോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ ഈ വർഷം അത് 1,72,000 ഉയർന്നിട്ടുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് അതിന്റെ ഫണ്ട് ഔട്ട് എടുത്ത് തീർന്നതേ ഉള്ളൂ. 1,72,000 വോട്ടിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നാളെ അതിന്റെ മീഡിയാസിൽ അതിന്റെ അതിന്റെ പ്രൂഫ് ഉൾപ്പെടെ നാളെ അതിന്റെ കാര്യങ്ങൾ നാളെ വെളിപ്പെടുത്തുന്നതാണ്. ഇലക്ഷൻ കമ്മീഷന് പോലും ഇരട്ട വോട്ടുകൾ കണ്ടെത്താനുള്ള സോഫ്റ്റ്വെയർ ഇല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ബിജു രമേശ് അത് കണ്ടെത്തുന്നത്? ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ കണ്ടെത്താനുള്ള ഇതില്ല. കാര്യം കംപ്ലീറ്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസേഴ്സാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് പാർട്ടിയുടെ ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പൊ അത് നിർദ്ദേശം അനുസരിച്ച് കമ്പ്യൂട്ടർ വിളിക്കുന്ന കോൺഗ്രസ് BJPക്കാരുടെ വോട്ട് വെട്ടിയിട്ടാണ് ആ സ്ഥലത്ത് ഡബിൾ വോട്ട് വരുന്നത്.
അല്ലാതെ ഒരാളുടെ പേര് വെറുതെ ഡബിൾ ചെയ്യുന്നതല്ല. അവിടെ ഇരിക്കുന്ന രാമകൃഷ്ണ തോമസ് ഐറ്റിയുടെ പേര് വെച്ചതിന് ശേഷമാണ് ആ സ്ഥലത്തേക്കാണ് ഈ കള്ളവോട്ടിന്റെ ആളുടെ പേര് അവിടെ കയറ്റുന്നത്. അപ്പോൾ വോട്ടിൽ മൊത്തത്തിൽ വലുപ്പം തോന്നിട്ടില്ലെങ്കിൽ പോലും ഈ ആൾക്കാരുടെ പക്ഷേ ഒരു പകുതി വോട്ടിന്റെ എണ്ണം കൂടി കുറഞ്ഞിട്ടാണ് വരുന്നത്. അവർക്ക് പലർക്കും ഈ വർഷം ഇവിടെ എടുക്കുന്നതിൽ ഒരു 90,000 പേർക്ക് വോട്ട് ഈ പാർട്ടികൾ മണ്ഡലത്തിലുണ്ട് ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ. വ്യക്തമാണ്. ബിജു രമേശിന്റെ ആക്ഷേപം അതാണ്. പുതിയ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് വിവരങ്ങൾ നൽകും എന്നാണ് ബിജു രമേശ് പറയുന്നത്. റോഷി